ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാസ് റൂമിൽ നിന്നും പാമ്പിനെ പിടികൂടിയത് വിദ്യാർത്ഥികളിൽ ഭീതി പരത്തി. ഇതിലാണോ ടീച്ചർ ഫോട്ടോ എടുത്തിട്ടുണ്ടോ? ഇത് ഇല നീക്കോ? പോയോ എത്ര അതാ ടീച്ചറെ ടീച്ചറെ അയ്യോ ടീച്ചറെ കണ്ടോ? അതൊന്നും എടുക്കും വീഡിയോ എടുക്ക ശരിക്കും. അയ്യോ എന്റെ തല ഉഗ്രന ടീച്ചറെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സാധനട്ടാ. വ്യാഴാഴ്ച ക്ലാസ് റൂമിലെത്തിയ വിദ്യാർത്ഥികളാണ് പാമ്പിനെ ആദ്യം കണ്ടത്. തട്ടിൻമുകളിലെ ക്ലാസ് റൂമിൻ്റെ ജനൽപ്പാളിയിൽ ഒളിച്ചിരുന്ന പാമ്പിനെ പിടികൂടാൻ സ്കൂൾ അധികൃതർ വനംവകുപ്പിനെ സമീപിക്കുകയായിരുന്നു. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികളെ മറ്റൊരു ക്ലാസ് റൂമിൽ മാറ്റി ക്ലാസ് എടുക്കുകയായിരുന്നു. സ്കൂളിൻ്റെ പരിസരം പൂർണ്ണമായി ശുചീകരിക്കാത്തതാണ് ഇഴജന്തുക്കൾക്ക് ക്ലാസ് റൂമുകൾ ഒളിത്താവളമാക്കുന്നതെന്ന വ്യാപകമായ ആരോപണം ഉയരുന്നുണ്ട്. കുട്ടികളെ വളരെ ഭീതിയോടുകൂടി തന്നെ കാണുന്നത് 7ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ ചെറിയ കുട്ടികളാണ്. ആ ചെറിയ കുട്ടികളുടെ ക്ലാസ്സുകളിൽ തുടർച്ചയായി 2 ദിവസമൊക്കെ പാമ്പിനെ കണ്ടു, ഫോറസ്റ്റേറ്റ് വന്ന് പിടിച്ചു എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഭയങ്കര വലിയ ആശങ്കയാണ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അധ്യയന വർഷങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ശുചീകരണ പ്രവർത്തനങ്ങളും അതിൻ്റെ സ്കൂളിൻ്റെ മെയിൻ്റനൻസും ബാക്കി കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നടക്കാറുണ്ട്. ഇപ്രാവശ്യം അത് നടന്നിട്ടില്ല. ഈ പ്രവേശനോത്സവം എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ ഫ്ലെക്സ് വെക്കലും ആഘോഷ പരിപാടികളും മാത്രമേ നടന്നിട്ടുള്ളൂ. അപ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തിനും ശുചിത്വത്തിനും കുട്ടികളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഒന്ന് സ്കൂൾ അധികൃതർ ശ്രദ്ധിക്കണം. അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള രക്ഷിതാക്കൾക്ക് ആശങ്ക കൂടുതലല്ലാണ്ട് കുറയില്ല. You are watching VCV News.